ഫലൂഡ ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. അപ്പോൾ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫലൂഡ സേവ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പാക്കറ്റിൽ ഫലൂഡ സേവ് അല്ലെങ്കിൽ ഫലൂഡ വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇത് ശരിക്കും നമ്മുടെ വെർമിസെല്ലി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഫലൂഡ സേവ് ഉണ്ടാക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 കളറിൽ വാങ്ങാൻ വേണ്ടി കിട്ടും. യെല്ലോവും കിട്ടും, വൈറ്റും കിട്ടും. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ സേമിയ വേവിച്ചെടുക്കണ പോലെ തന്നെ ഇത് വേവിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഈ ഫലൂഡ സേവ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയണം. ഇതൊരു 2 പിടിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ജെല്ലിയാണ്. ഞാനിവിടെ സ്ട്രോബെറിയുടെ ജെല്ലിയുടെ മിക്സ് വാങ്ങിച്ചിട്ട് ഈ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ പാക്കറ്റിൽ നമുക്ക് കടയിൽ നിന്ന് ഇതേപോലെ സ്ട്രോബെറിയുടെ ജെല്ലിയുടെ മിക്സ് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിയത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇത് നമുക്ക് സെറ്റായി കിട്ടും. അത് ഓരോ കവറിൻ്റെ പുറത്തും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് നിങ്ങളത് ഉണ്ടാക്കാം. ഞാനിവിടെ ഓൾറെഡി ഇതേപോലെ സ്ട്രോബെറിയുടെ ജെല്ലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേസിൽ സീഡ്സ് ആണ്. ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതും നമുക്ക് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇത് 1 ഗ്ലാസ് ഫലൂഡയ്ക്ക് 1 ടേബിൾ സ്പൂൺ ഈ ബേസിൽ സീഡ്സ് മതിയാവും. ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിടണം. ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഈ സീഡ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ജെല്ലി പോലെ വരും. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഊറ്റിക്കളയണം. പിന്നെ വേണ്ടത് റോസ് സിറപ്പാണ്. റോസ് എസൻസ് അല്ല, ഇതേപോലെ റോസ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. 1 ഗ്ലാസ് ഫലൂഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് മിൽക്കാണ് വേണ്ടത്. 3/4 കപ്പ് മിൽക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് മതിയാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്കും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3/4 കപ്പ് മിൽക്കാണ് എടുത്തേക്കുന്നത്. ഈ മിൽക്ക് തിളപ്പിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഓൾറെഡി പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പ് ഉണ്ട്. ഇതിലേക്ക് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം എടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ ആപ്പിളും എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഈ ആപ്പിള് ഇതിൻ്റെ തൊണ്ട് ചെത്തിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. പിന്നെ ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോബെറി നമ്മൾ ഫലൂഡ മിക്സിൽ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇത് കുറച്ച് നല്ല ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം. നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് നട്ട്സുകൾ. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്. ഈ ഗാർണിഷ് ചെയ്യാൻ എടുത്തേക്കണ ബദാം ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഫലൂഡ ഉണ്ടാക്കണ ഗ്ലാസും വേണം. ഞാൻ ഇതേപോലത്തെ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ നാട്ടിലേക്കും കുറച്ചും കൂടി നല്ല ഫലൂഡയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതേപോലത്തെ അടിയിൽ കുറച്ച് ചെറുതായിട്ടിരിക്കണം, മുകളിലേക്ക് കുറച്ച് വലുതായിട്ടിരിക്കണം. അതേപോലത്തെ ഗ്ലാസ് ആയിരിക്കും ഫലൂഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫലൂഡ സേവ് വേവിച്ചെടുക്കാം. ഈ ബേസിൽ സീഡ്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ടാപ്പിൽ വരുന്ന വെള്ളം എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈ ബേസിൽ സീഡ്സ് ചേർക്കാം.
ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ജെല്ലി പോലെ വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയാം. ഈ ഫലൂഡ സേവ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഫലൂഡ സേവ് ഇടാം. ഇത് കൂടുതൽ നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കരുത്. വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനകത്തുനിന്ന് വെള്ളം ഊറ്റിക്കളയാം. വെള്ളം നമ്മൾ ഫിൽറ്ററിൽ വെച്ചിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും. 3/4 കപ്പ് മിൽക്ക് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയും റോസ് സിറപ്പും ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും ചേർക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ റോസ് സിറപ്പിനും നല്ലൊരു മധുരം ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫലൂഡ ഉണ്ടാക്കുമ്പോൾ പാലൊക്കെ നന്നായിട്ട് തണുത്തിരിക്കണം. നമ്മുടെ റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബേസിൽ സീഡ്സ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇതിന്ന് വെള്ളം നന്നായിട്ട് പോകണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതും മാറ്റി വയ്ക്കാം. ഈ ഫ്രോസൺ സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ആപ്പിളും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളും സ്ട്രോബെറിയും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫലൂഡ ഉണ്ടാക്കാനുള്ള എല്ലാനും റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാനും ഒന്നും കൂടിയും പറയാം. നമുക്ക് വേണ്ടത് റോസ് മിൽക്കാണ്. റോസ് മിൽക്കിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. പിന്നെ ബേസിൽ സീഡ്സ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തത്. പിന്നെ ഫലൂഡ സേവ് വേവിച്ചെടുത്തത്. പിന്നെ ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ സ്ട്രോബെറിയും ആപ്പിളും എടുത്തേക്കുന്നത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ ജെല്ലി വേണം. പിന്നെ നട്ട്സിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാഷ്നട്ടും ആൽമണ്ടും പിസ്താഷ്യും എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽമണ്ടും പിസ്താഷ്യും എടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനുള്ള ആൽമണ്ടിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയിട്ടാണ് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തേക്കുന്നത്. ഈ ആൽമണ്ടിൻ്റെ തൊണ്ട് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ആൽമണ്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ആൽമണ്ടിൻ്റെ തൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. റോസ് സിറപ്പ് വേണം. പിന്നെ വാനില ഐസ്ക്രീമും വേണം. ഇത് നമുക്ക് ഫലൂഡ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഗ്ലാസ് എടുക്കുക. ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം റോസ് സിറപ്പാണ് ഒഴിക്കാൻ വേണ്ടി പോണത്. റോസ് സിറപ്പ് ഇതിൻ്റെ അടിയിലൊന്ന് കവർ ചെയ്ത് നിൽക്കണം. ഇതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇടാം. ഇതിലേക്ക് സ്ട്രോബെറിയുടെ ജെല്ലി ഇടാം. നമുക്ക് ഇതേപോലത്തെ ഒരു 3 പീസ് ഇടാം. ഇനി ഒരു പിടി ഫലൂഡ സേവ് ഇടാം. അത് നിങ്ങളുടെ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇടുക. ഈ ഫലൂഡ സേവിൻ്റെ മുകളിലേക്ക് ഒരു 3 ഡ്രോപ്പ് റോസ് സിറപ്പ് ഒഴിക്കുക. ഈ 2 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സ് ഇടാം. സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഒരുപാട് അമർത്തരുത്. പതുക്കെ ഒന്ന് ഒതുക്കിയാൽ മതി. ഇങ്ങനെ ബേസിൽ സീഡ്സ് ഇടാം.
ഈ ഗ്ലാസിൻ്റെ എല്ലായിടത്തും ഈ ബേസിൽ സീഡ്സ് കവർ ചെയ്ത് നിൽക്കണം. നമുക്ക് കുറച്ചും കൂടി ഇടാം. ഇനി നട്ട്സ് ഇടാം. ഒരു 2 പിടി നട്ട്സ് ഇടാം. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോഴായിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിക്കാം. റോസ് സിറപ്പ് ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തിലും കുറച്ചും കൂടി മുകളിൽ നിൽക്കണം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ഐസ്ക്രീം ഇടും. അപ്പോൾ ഐസ്ക്രീം ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കണം. അപ്പോഴായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. ഇനി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ റോസ് മിൽക്ക് ഈ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് എടുക്കും. നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടാം. ഇത് നട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല തണുപ്പോടുകൂടി കഴിക്കാം. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം.